അവതരണം കൊണ്ട് വ്യത്യസ്തമാണ് ചെറുതാഴം കോവൽ റെഡ് സ്റ്റാറിന്റെ വനിതാ പൂരക്കളി. മാറുമറയ്ക്കൽ സമരവും നവോത്ഥാന ആശയങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഗാനങ്ങളാണ് ഇവരുടെ പൂരക്കളിക്കായി ചിട്ടപ്പെടുത്തിയത്. മാസങ്ങളോളമുള്ള പരിശീലനത്തിനൊടുവിൽ വിവിധ വേദികളിൽ പൂരക്കളി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംഘം. ഒരു കാലം വരെ പുരുഷന്മാരാണ് പൂരക്കളി അവതരിപ്പിച്ചിരുന്നത്. ഏറെ കായികാധ്വാനം വേണ്ടുന്ന പൂരക്കളിയിൽ ഇന്ന് വനിതാ സംഘങ്ങളും കഴിവ് തെളിയിക്കുന്നുണ്ട്. ചെറുതാഴം കോവൽ റെഡ് സ്റ്റാറിന്റെ വനിതാ പൂരക്കളി അവതരണം കൊണ്ടും ഗാനങ്ങളിലെ വ്യത്യസ്തത കൊണ്ടും ശ്രദ്ധേയമാവുകയാണ്. 30ഓളം വനിതകളെ അണിനിരത്തിയുള്ളതാണ് ഇവരുടെ പൂരക്കളി. വളരെ സന്തോഷമുണ്ട്. ഈ പൂരക്കളി ഞങ്ങളോട് 2017 പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് കളിക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് നമുക്കതിന് KKR മാഷും അതേപോലെ സുരേഷ് മാഷും കൂടി വന്ന് നമുക്കിങ്ങനെ ഒരു പരിപാടി നടത്താമെന്ന് പറഞ്ഞത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാറുമറയ്ക്കൽ സമരം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും നവോത്ഥാന ആശയങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഗാനമാണ് ഇവരുടെ പൂരക്കളിക്കായി ചിട്ടപ്പെടുത്തിയത്. പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ KKR വെങ്ങരയാണ് ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചത്. ഏറ്റവും വലിയ പ്രത്യേകത, ആദ്യമായിട്ടാണ് നവോത്ഥാനം എന്നൊരു സബ്ജക്റ്റ്, ഒരു തീം കേരളത്തിലൊരു നാടൻ കളിയിൽ വരുന്നത് ഇത്രയും ദീർഘമായിട്ട്. അതുകൊണ്ട് തന്നെ ഇത് കേരളം മുഴുവൻ കളിക്കണം എന്നാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. എൻ്റെ കൂടെ കട്ടക്ക് നിന്ന് സുരേഷ് പരവന്തട്ട. അപ്പോൾ നമ്മൾ രണ്ടുപേരും, അതുപോലെ തന്നെ ക്ലബ്ബ് അവരെ പ്രത്യേകിച്ച് പറയണം. കാരണം അവരുടെ പൂരക്കളിയോടുള്ളൊരു പ്രണയമാണ് ഇത്തരമൊരു കോവലിന് പൂരക്കളിയോട് പ്രണയമുണ്ട്. കളരീൻ്റെ അടുത്തായത് ആ പ്രണയമാണ് ഈ ഒരു സംഭവത്തെ നമ്മൾ യാഥാർത്ഥ്യമാക്കി എടുത്തതെന്ന് പറയാൻ പറ്റില്ല. സുരേഷ് പരവന്തട്ടയും കൂടി ചേർന്നാണ് ടീമിനെ പരിശീലിപ്പിച്ചത്. 1-ാം നിറം, 2-ാം നിറം, തൊഴുതുപാട്ട് തുടങ്ങിയവയുടെ രചന സുരേഷും, രാമായണ ചുവടുള്ള മേൽക്കളി, പൊട്ടന്തെയ്യത്തിന്റെ ചരിത്രകഥയും നവോത്ഥാനാശയങ്ങളുടെ ഒരു ചിന്തുപാട്ടിന്റെ രചനയും KKR വെങ്ങര നിർവഹിച്ചു. 6 മാസത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് പൂരക്കളി അരങ്ങിലെത്തുന്നത്. യുവജനക്ഷേമ ബോർഡിന്റെ സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച ക്ലബിനുള്ള 2022-23 അവാർഡും ചെറുതാഴം കോവൽ റെഡ് സ്റ്റാർ കൂട്ടായ്മ സ്വന്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.